പറയാതെ പാർട്ടിയുടെ തലത്തിൽ അന്വേഷണം നടത്താതെ എന്തിനാണ് അയാളെ പുറത്താക്കിയത് എന്ന് പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് പാർട്ടിയിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അയാളെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് അടിയിൽ കൂടി അയാൾക്ക് വേണ്ടിയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് വടകര എം പി വന്ന് ഇന്ന് വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് കണ്ടു. വടകര എം പി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പാലക്കാട്ടേക്ക് അദ്ദേഹത്തിന് പോകേണ്ട, കല്യാണത്തിന്റെ ആവശ്യത്തിന് അദ്ദേഹം ഉറപ്പായിട്ട് കല്യാണത്തിനൊക്കെ പോകണം കേട്ടോ. ആ കല്യാണത്തിനൊക്കെ പൊക്കോട്ടെ, അവിടെ സി ചന്ദ്രനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നിറക്കിയത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ തന്നെയാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബൈറ്റൊക്കെ എന്തായാലും നമ്മുടെ ആർക്കൈവിലൊക്കെ ഉണ്ടാകും. ഞാൻ തന്നെയാണ് ഇവൻ, എന്നെ പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് സംഭാവന ചെയ്തത് ആരാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് പാലക്കാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ അവിടേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ അടൂരിലെ വീട്ടിൽ നിന്ന് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട്ടെ പരിപാടികളിലൊക്കെ സജീവമാക്കി ഇനിയുള്ള 7 മാസം MLA ആക്കാൻ വേണ്ടി, MLA ആയി തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഈ ആക്രമണങ്ങളുടെയൊക്കെ മറവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക്